നമുക്കിന്നൊരു നൂൽ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ ലെയേഴ്സ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെ നല്ല സ്മെല്ലുള്ള പൊറോട്ട അതുണ്ടാക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ഒഴിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊരു ഫോർക്ക് വെച്ച് ചെയ്താൽ മതി. വിസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഒരു മുട്ടയിലുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് പതപ്പിക്കാൻ തന്നെ ചിലപ്പോൾ തെറിച്ച് പോകും. അപ്പോൾ അതിനെക്കാട്ടും നല്ലതൊരു വിസ്ക് വെച്ച് ഇങ്ങനെ ആക്കാം. പിന്നെ ഇച്ചിരി വലിയ പാത്രം എടുത്തോട്ടോ നന്നായിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പാത്രമാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കുഴയ്ക്കാൻ പറ്റില്ല. 1 കിലോ പൊറോട്ട പൊടി, അതായത് മൈദപ്പൊടിയാണ് ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത്. 1/2 കിലോൻ്റെ 2 പാക്കറ്റ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ പൊറോട്ട കഴിക്കുമ്പോൾ അവിടെ ഇവിടെ ഉപ്പ് കനയ്ക്കും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പച്ചണില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കേക്കിലോട്ടൊക്കെ ചെയ്യില്ല അതുപോലെ ആക്കിയെടുക്കാം. പിന്നെ നെക്സ്റ്റായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട്, എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ കോട്ടിങ് ഈ മുട്ടയുടെ ഇതുണ്ടല്ലോ ഇത് ഈ പൊടിയിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ പിടിക്കണം, യോജിപ്പിച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. നോർമൽ പച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇത് വെച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇത് ആ മാവ് കറക്റ്റ് അങ്ങോട്ട് കൺസിസ്റ്റൻസിയിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആക്കുമ്പോൾ എനിക്ക് ശരിയാവാറില്ല. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ് ഞാൻ കാണിക്കുന്നത്. എത്ര മടിയന്മാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരു 12 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉള്ളൂ. പക്ഷേ ഞാനിത് ചെയ്തത് ഒരു 3-4 മണിക്കൂർ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത്. അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ് ഈ പൊറോട്ട ഉണ്ടാക്കൽ. പിന്നെ അത് കൂടാണ്ട് കൂടുതൽ സമയം വേണം നമ്മൾ ഇങ്ങനെ കുഴച്ച് വെക്കലൊക്കെ കൂട്ടുമ്പോൾ വീണ്ടും കുറേ മണിക്കൂറുകളാവും. പക്ഷേ നല്ലോണം പണിയെടുത്ത് ചെയ്യണം. പിന്നെ ഈ കുഴക്കൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 15 മിനിറ്റെങ്കിലും മിനിമം കുഴച്ചിട്ടുണ്ടാവണം കേട്ടോ. എന്നാലാണ് നമ്മൾ പൊറോട്ടയുടെ മാവ് സോഫ്റ്റായിട്ട് വരുള്ളൂ. കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മൊത്തം പറയുകയാണെങ്കിൽ ഒരു 250 ml പിന്നെ ഒരു 4-5 ടീസ്പൂണും കൂടിയും അളവിലാണ് വെള്ളം ഞാൻ എടുത്തേക്കണേ. ഇത് നമ്മുടെ പൊറോട്ട മാവ്, ചപ്പാത്തിയുടെ മാവില്ലേ, അതിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് സ്റ്റിക്കി ഫീൽ വേണം. നമ്മൾ പിടിക്കുമ്പോൾ കൈമിങ്ങനെ ഒട്ടി പിടിക്കില്ലേ, വലിയ ഇഷ്ടമൊന്നുമല്ല എനിക്ക് അങ്ങനെ ഒട്ടി പിടിക്കുന്ന കാര്യം. എന്നാൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ മാവിന്. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി തൂക്കിയിട്ട് ഇത് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒട്ടലൊന്ന് പോട്ടാം. പിന്നീട് ഈ കുഴയ്ക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴയ്ക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൗണ്ടർ ടോപ്പിലിട്ട് ഇങ്ങനെ പരത്തി വലിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് മിനിമം കുഴയ്ക്കുക. കൂടുതൽ കുഴയ്ക്കാൻ പറ്റുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വലിക്കുക, ഒരേ രീതിക്ക് തന്നെ ഇങ്ങനെ കുഴയ്ക്കണം കേട്ടോ. അതാണ് ഭയങ്കര എന്താ പറയുക പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഇത് വലിച്ചിങ്ങനെ കുഴച്ചെടുക്കണം. നമ്മൾ കുഴയ്ക്കുമ്പോഴേ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കുഴച്ച് ചെയ്യുന്നത് ശരിയാവില്ല കേട്ടോ. ഇത് ഒരേ രീതിക്ക് തന്നെ നമ്മൾ ഏത് സൈഡിലേക്കാണോ വലിക്കുന്നത് ആ സൈഡിലോട്ട് തന്നെ കുഴച്ചെടുത്ത് ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു ബോൾ പോലെ നല്ല കുട്ടപ്പനാക്കി മാവിനെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിന് ശേഷം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് 1-2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാം ഓയിൽ യൂസ് ചെയ്യാം. ഇത് ഈ പാത്രത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ മാവ് ഇതിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു 3 മണിക്കൂർ ഇതിൻ്റെ മേലെ നമുക്ക് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ തന്നെ അളവിൽ ഓയിൽ. ഈ പൊറോട്ട എന്ന് പറയുന്ന പണിക്ക് ഒരുപാട് ഓയിൽ ആവശ്യമുണ്ടാവും കേട്ടോ. പിന്നെ അതിന് മേലെ ഒരു പ്ലേറ്റ് വെച്ച് ഞാൻ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ്. ഇപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിലോ ക്ലീൻ റാപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആക്കി വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ പ്ലേറ്റ് വെച്ചത് കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടോ. ഞാൻ ഇപ്പോഴാണ് ഉപ്പ് നോക്കാൻ വിട്ടുപോയി. ഉപ്പ് നോക്കാൻ വിട്ടുപോയിട്ട് വലിയ കാര്യം വെച്ചാൽ കുറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല.
കാരണം മിക്സിങ് പിന്നെ ശരിയാവില്ലേ. അപ്പോൾ നിങ്ങൾ ആ കുഴയ്ക്കുന്ന ടൈമിൽ നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു ഹാൻഡ്ഫുൾ ബോളിൻ്റെ സൈസിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത്രയ്ക്കും വലിയ ബോളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ 1 കിലോ പൊറോട്ടയിൽ നിന്ന് എനിക്കൊരു 15 പൊറോട്ടയാണ് കിട്ടിയത്. ഇത് നമ്മളിങ്ങനെ കുറച്ച് ബോൾസ് ആക്കിയിട്ട്, ഒരു ക്ലിപ്പ് എൻ്റെ നിന്ന് വിട്ടുപോയി, എല്ലാതും ബോൾസ് ആക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ നേരത്തെ വലിയ മാവ് വെച്ചില്ലേ, അതുപോലെ ഒരു അരമണിക്കൂറും കൂടെ വെക്കണം കേട്ടോ, ചെറിയ ചെറിയ ബോൾസ്. പിന്നീടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വീശി അടിക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോയിലെടുത്തിട്ട് കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഷേപ്പാക്കി ഇങ്ങനെ പരത്താൻ അറിയാത്തവർക്കും ഈ പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് ചുരുക്കം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം, അത്ര മാത്രമേ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഓയിൽ തടവിയിട്ട് കുറച്ച് ഈ പൊടി ഉണ്ടല്ലോ, മൈദപ്പൊടി കുറച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽ പൊറോട്ട ആയ കാരണം നൈസായിട്ട് നല്ല തിന്നായിട്ട് ഇങ്ങനെ വര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആമസോണിൽ നിന്നൊക്കെ നമ്മുടെ നൂഡിൽസ് കട്ടർ എന്ന് പറഞ്ഞിട്ട് ഈ നൂൽ പൊറോട്ടയുടെ ഒരു മെഷീൻ വാങ്ങട്ടെ. മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ പിസ്സ കട്ടറൊക്കെ പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 2-3 വരകൾ ഒരുമിച്ച് വരും. അത് നല്ല നൈസാണ് കേട്ടോ. അതുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പിസ്സ കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ചധികം പണിയുണ്ട്, കാരണം ഇങ്ങനെ അടുപ്പിച്ച് നമ്മുടെ പൊറോട്ട വെന്ത് കഴിയുമ്പോഴേ നല്ല നൂലായിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ലെയേഴ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നോർമൽ പൊറോട്ട പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എത്ര നിങ്ങൾക്ക് ലൈൻ ഇടാൻ പറ്റുന്നോ അത്രയ്ക്ക് ഇടാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ചും കൂടിയും ഇച്ചിരിയും കൂടി ഓയിൽ തടവിയിട്ട് കുറച്ചും കൂടിയും നമ്മുടെ മൈദപ്പൊടി ഉണ്ടല്ലോ അതും കൂടിയും തൂക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് ഈ കീറിയിട്ടുള്ള ലൈൻസൊക്കെ ഉണ്ടല്ലോ അത് പരസ്പരം ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ലെയറാക്കിയാലും നമ്മൾ ചുട്ട് പരത്തി എടുക്കുമ്പം ചിലപ്പോൾ ലെയർ ഇങ്ങനെ ഫോം ചെയ്ത് വരില്ല. അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നോർമൽ പൊറോട്ടയുടെ പോലെ ഇരിക്കും. പിന്നെ 2 സൈഡിൽ നിന്നും നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ പൂവിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചുട്ടി എടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് വീണ്ടും ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, അങ്ങനെ ഡ്രൈ ആയി പോകാണ്ടിരിക്കാനേ. അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ റാപ്പ് വെച്ച് ചുറ്റി കൊടുക്കാം. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി ഉണ്ടല്ലോ, കോട്ടൻ്റെ തുണി ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട്, വല്ലാണ്ട് നനവ് പാടില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു നനവ്, ഇത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ അതിൻ്റെ മേലൊന്ന് ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മാവ് നമുക്ക് ഡ്രൈ ആയി പോവില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അത് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കിയുള്ള നമ്മുടെ എല്ലാ മാവുകളും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ പരത്തി അതിൻ്റെ ഇടയിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമ്മുടെ മൈദപ്പൊടിയൊക്കെ തൂക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ കീറി കൊടുക്കുക. എന്നുവെച്ചാൽ നൂല് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റി കൊടുക്കാം. ഇതേ സ്റ്റെപ്പുകൾ എല്ലാത്തിലും ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ ഈ നൂൽ പൊറോട്ട നമ്മുടെ നൂലപ്പത്തിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറൊരു ദിവസം ഞാൻ അതിൻ്റെ ചെയ്യാം കേട്ടോ. അത് പക്ഷേ എത്രത്തോളം നമുക്ക് ലെയേഴ്സ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുഴച്ച് ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. സാധാരണ നമ്മൾ അരിപ്പൊടി ചെയ്യുന്ന പോലെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടിട്ട് ആക്കി അതിൽ ചുറ്റിച്ചാൽ മതിയല്ലോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ലെയർ ഉണ്ടല്ലോ അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അടിച്ചെടുക്കുമ്പോൾ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം ഇനി ഹാർഡാവോ എന്തായാലും വേറൊരു ദിവസം നമുക്കത് ആ വീഡിയോ സേവനാഴിയിലുള്ള പൊറോട്ടയുടെ വീഡിയോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഈ പൊറോട്ട വീണ്ടും ലെയേഴ്സ് ആക്കിയിട്ട് ചുട്ടെടുക്കാം. ഇനി നമ്മൾ എല്ലാം ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തടവി ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ
റൗണ്ട് ഇങ്ങനെ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വല്ലാണ്ട് പ്രഷർ കൊടുക്കാണ്ട് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പിന്നീട് നമ്മൾ ദോശപാത്രം വെച്ചിട്ട് അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഈ പൊറോട്ടയുടെ മാവുണ്ടല്ലോ പരത്തിയത് അത് നമ്മൾ പാനിലോട്ട് വെച്ച് കൊടുക്കാണ്ട്. ഇപ്പോൾ ഒരു സൈഡ് കുക്കായെന്ന് നമുക്ക് മനസ്സിലാവുന്ന ടൈമിൽ ഈ മേൽവശത്ത് കുറച്ച് ഓയിൽ ഇങ്ങനെ തെളിച്ച് കൊടുക്കാം. നമ്മുടെ മറ്റേ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആ മുട്ടയൊക്കെ ചേർത്ത കാരണം നമ്മുടെ ഈ പൊറോട്ടയ്ക്ക് ഭയങ്കര മണാടോ. നമുക്ക് ഈ ബീഫ് കറി അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ നൂൽ പൊറോട്ടയുടെ ഈ നൂലുകൾ കണ്ടോ, ഞാൻ ഇച്ചിരി കൂടി ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കരിന്നെ ഇരിക്കും കേട്ടോ പുറം ഭാഗം. അങ്ങനെ ഒന്നുകൂടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് നമ്മളെ എല്ലാ മാവുകളും എല്ലാ പൊറോട്ടകളും ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ചുട്ട് കഴിഞ്ഞ് ചൂട്ടോടെ തന്നെ ഇത് അടിച്ചെടുക്കലാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിക്കാതെ നിന്നാൽ ചിലപ്പോൾ മറ്റേൻ്റെയൊക്കെ ചൂടാറും. അപ്പോൾ ഒരു 2-3 എണ്ണമൊക്കെ നമുക്കിങ്ങനെ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് മേലേക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി കൈ പൊള്ളുന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി അടിക്കുമ്പോൾ നമ്മുടെ ലെയറുകൾ ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നത് കാണാം. കണ്ടോ, ഇങ്ങനെ വിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല മണമുണ്ട്. നല്ലൊരു ഗോൾഡൻ ക്രിസ്പി ഇങ്ങനെ കളറും ഉണ്ട് കേട്ടോ പുറത്ത്. ഇത് നമുക്ക് നല്ല ബീഫ് കറിയുടെ കൂടെ, നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കറി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മുട്ടക്കറിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്കൊരു കാസറോളിലോട്ട് മാറ്റാം. കാസറോളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അതിൽ അങ്ങനെ അടച്ച് വെക്കുമ്പോഴേ ആ ആവിയിൽ നിന്നിട്ട് ഒന്നുകൂടി ഇത് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു നൂൽ പൊറോട്ടയാണ്. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ക്ഷമയും കാര്യങ്ങളും വേണ്ട. കാരണം നമുക്ക് രാവിലെ ഞാനൊരു 11 മണി 10:30 സമയത്ത് തുടങ്ങിയിട്ടാണ് എനിക്കൊരു 5 മണിയാകുമ്പോഴേക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. കാരണം ഒരു 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുന്നേ ഒരു 15 മിനിറ്റ് കുഴയ്ക്കണം. പിന്നീട് ഒരു അരമണിക്കൂർ വീണ്ടും വെക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോസസ്സിങ്ങുകളുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ബൈ. നമുക്ക് മറ്റൊരു ദിവസം വരാം കേട്ടോ.